ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കഫേൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊതുജനാരോഗ്യത്തിൽ ഉൾപ്പെടുന്നത് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അടിസ്ഥാനാരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2021 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള പൊതുജനാരോഗ്യവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചിതമാകാൻ വേണ്ടിയുള്ള ഒരു സീരീസാണ് PYQ സീരീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടല്ല ചെയ്യുന്നത്. മാക്സിമം ഒരു 8-10 അത്രയും, മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻസ് അത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ എടുക്കുന്ന PYQs എല്ലാം നമ്മൾ പഠിച്ചു പോവുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏകദേശം പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും PYQ സീരീസിലൂടെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. നമുക്കറിയാം, നമ്മൾ കൊറോണ വൈറസ് വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് വന്നൊരു സംഭവമാണ് ഈ നിപ്പ എന്ന് പറയുന്നത്. ഈ കൊറോണ വൈറസ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നിപ്പ വൈറസ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലേ? നിപ്പ വൈറസ്. അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ് ആണ്. നിപ്പ രോഗത്തിൻ്റെ രോഗാണു ആരാണ്? വൈറസ് ആണ്. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം. ക്ഷയം, പ്ലാസ്മോഡിയം, എലിപ്പനി, മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഡെങ്കിപ്പനി, ലെപ്റ്റോസ്പൈറ, മലമ്പനി, വൈറസ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കൊരു കുറച്ച് ചെറിയൊരു എന്താ പറയുക, ഇതിനകത്തൊരു ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി. ഓക്കെ, ഈ ബീൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പറയാം. ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയത്തിൻ്റെ രോഗാണു എന്താണ്? മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. എലിപ്പനി പകർത്തുന്ന ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി. ഇത് ലെപ്റ്റോസ്പൈറയാണ്. നോക്കുക, എലി ലായിൽ തീരുന്നു, ലെപ്റ്റോസ്പൈറയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമല്ലേ? ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം. നോക്കുക, മലമ്പനി പ്ലാസ്മോഡിയം, ഡെങ്കിപ്പനി വൈറസാണ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ക്ഷയമാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ പറഞ്ഞ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് പറയാം. ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം. എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. ഈ 4 ഇമ്പോർട്ടൻ്റ് ആണ്. നിപ്പ വൈറസ്. മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ എ ക്യൂലെക്സ്, ഓപ്ഷൻ ബി ഈഡിസ്, ഓപ്ഷൻ സി അനോഫിലിസ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. മന്ത് രോഗം പരത്തുന്ന കൊതുകാണ് ഓപ്ഷൻ എ ക്യൂലെക്സ് കൊതുകാണ്. ചെറിയ രീതിയിലൊരു കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മന്ത് രോഗം, ഈ കൊതുകുകളൊക്കെ രാത്രി ക്യൂ നിൽക്കും. ഓക്കെ, നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ കൊതുകൊക്കെ രാത്രി ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ കാലിലൊക്കെ കടിക്കുമ്പോൾ നമ്മൾ മാന്തുക, അതിൽ നിന്ന് മന്തെടുക്കുക. അപ്പം രാത്രി കൊതുകുകൾ ക്യൂ നിന്നിട്ട് കടിക്കുമ്പോൾ നമ്മൾ മാന്തും. മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ടൈഫോയിഡ്, ഓപ്ഷൻ സി മീസിൽസ്, ഓപ്ഷൻ ഡി മഞ്ഞപ്പിത്തം. അപ്പോൾ വായുവിൽ കൂടി പകരുന്നൊരു രോഗമാണ് ഉത്തരം ഓപ്ഷൻ സി, മീസിൽസ് എന്ന് പറയുന്നത്. മീസിൽസ് ആണ് വായുവിൽ കൂടി പകരുന്ന രോഗം. അപ്പോൾ ബാക്കിയുള്ള കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇവയെല്ലാം എങ്ങനെയാണ് വരുന്നത്? ജലത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ എല്ലാമാണ് ഇവ പകരുന്നത്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗം മീസിൽസ്,
കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നിവ ജലത്തിലൂടെയോ ആഹാരത്തിലൂടെയെല്ലാം പകരുന്ന രോഗമാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിൽ ആദ്യമായി. ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ഡി ലൂയി പാസ്റ്റർ. അപ്പം ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത്. എഡ്വേർഡ് ജെന്നർ ആദ്യമായിട്ട് വാക്സിൻ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വാക്സിൻ എടുക്കാന്ന് ഓർക്കുക. അപ്പം ജെന്നർ ആദ്യത്തെ വാക്സിൻ നമ്മൾ എന്തായാലും എടുക്കുമല്ലോ, ഇഞ്ചക്ഷൻ എടുക്കും, BCG എടുക്കും. അപ്പം എഡ്വേർഡ് ജെന്നർ ജനിക്കുന്ന ടൈമിൽ തന്നെ ആദ്യത്തെ വാക്സിൻ. അപ്പം എഡ്വേർഡ് ജെന്നർ ലോകത്തിലെ ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ്. ചെറിയ രീതിയിലുള്ള കണക്ഷൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഡ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ എ സ്റ്റെതസ്കോപ്പ്, ഓപ്ഷൻ ബി CT സ്കാൻ, ഓപ്ഷൻ സി അൾട്രാസൗണ്ട് സ്കാനർ, ഓപ്ഷൻ ഡി സ്വിഗ്മോ മാനോമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രക്തസമ്മർദ്ദം അളക്കുന്നതിനാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വിഗ്മോ മാനോമീറ്റർ. സ്വിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം, BP അളക്കുന്നതിനുള്ള ഉപകരണം, സ്വിഗ്മോ മാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്നാണ്. നമുക്ക് പ്രസ്താവനകൾ ആദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തത്, ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. രണ്ടാമത്തെ പ്രസ്താവന, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. 3, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. 4, കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഈ 4 പ്രസ്താവനകളും കമ്പയർ ചെയ്ത് നോക്കാം. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം ആണോ? ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണോ? നമ്മൾ ഒരു പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ കൊടുക്കും അല്ലെ, ഇൻസുലിൻ്റെ കുത്തിവെപ്പ് എടുക്കും. അതായത് ഭക്ഷണത്തിന് മുമ്പൊക്കെ അവർ ഇൻസുലിൻ എടുത്തതിന് ശേഷമായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ ശരീരത്തിൽ മതിയായ ഇൻസുലിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. എന്ത് വരുന്നത്? പ്രമേഹം. ഇൻസുലിൻ കുറയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻസുലിൻ കൊടുക്കും. ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണ്? ഇൻസുലിൻ വേണം. ഇൻസുലിൻ ഇല്ലാതെ വരുമ്പോഴാണ് പ്രമേഹം വരുന്നത്. ഇൻസുലിൻ നമ്മളപ്പോൾ കുത്തിവെക്കും, എന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ഇതിൽ തെറ്റാണ്. ഇനി, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി. ഓക്കെ, രക്തക്കുഴലുകൾ മസ്തിഷ്കത്തിലാണെങ്കിൽ അത് പക്ഷാഘാതമാണ്. ഓക്കെ, മസ്തിഷ്കത്തിലാണെങ്കിൽ പക്ഷാഘാതം. രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ. അപ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. പക്ഷാഘാതം, മസ്തിഷ്കം, രക്തക്കുഴലുകൾ പൊട്ടുക. ഓക്കെ. 3, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ എന്താണ് ക്യാൻസർ? അനിയന്ത്രിതമായ കോശവിഭജനം, അതുവഴി കോശങ്ങൾ പെരുകുന്നു. കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. 4, കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. നോക്കുക, കരളിൽ ഗ്ലൂക്കോസ് ആണോ അടിയുന്നത്? പേര് നോക്കിക്കേ, ഫാറ്റി ലിവർ. ഫാറ്റ് അല്ലേ? അപ്പം കരളിൽ ഫാറ്റ് അടിഞ്ഞുകൂടുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് അല്ല. അപ്പോൾ ആ ഒരു പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ 2 പ്രസ്താവനയാണ് ശരി. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ക്ലിയർ ആയല്ലോ? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. ഓപ്ഷൻ എ സ്പ്രെക്ടം, ഓപ്ഷൻ ബി ജീവൻ, ഓപ്ഷൻ സി പരിരക്ഷ, ഓപ്ഷൻ സി മൃതസഞ്ജീവനി. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. അപ്പം മരണാനന്തരം അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ചെറിയൊരു കോഡ് പറയാം.
നമ്മൾ മരിച്ചു കഴിയുമ്പോഴല്ലേ മൃതദേഹം എന്ന് നമ്മൾ പറയാറുള്ളൂ. അല്ലെങ്കിൽ ബോഡീന് മൃതദേഹം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ്, മരണാനന്തരം മൃതദേഹം. ആ ഒരു മൃത വെച്ചിട്ട് കണക്ട് ചെയ്യുക. മരണാനന്തര അവയവ കൈമാറ്റമാണ് മൃതസഞ്ജീവനി. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി മസ്തിഷ്കം. എംഫിസിമ ഈ രോഗം ബാധിക്കുന്ന അവയവം ഏതെന്നാണ്. നമ്മൾ ഈ ഒരു പേര് സാധാരണ ഈ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ പരസ്യം കാണിക്കും. പുകയില, പാൻ ബ്രാഗ് തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പരസ്യം ഇടൂലേ. അപ്പോൾ അതിൽ പറയുന്നൊരു വേർഡാണ്, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് കേട്ടോ ഉള്ളത്, എംഫിസിമ രോഗം വരുന്ന കാര്യം. അപ്പോൾ ആ എംഫിസിമ രോഗം വരുന്നത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് എംഫിസിമ രോഗം ബാധിക്കുന്നത്. എംഫിസിമ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി അയഡിൻ, ഓപ്ഷൻ ഡി സോഡിയം. എന്താണ് ചോദ്യം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതെന്നാണ്? ഹീമോഗ്ലോബിൻ. ഓപ്ഷൻ എ ഇരുമ്പാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകം, ഹീമോഗ്ലോബിൻ വേണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പാദനം നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഘടകം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ് ഹീമോഗ്ലോബിനിൽ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ് ഇരുമ്പ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതികളാണ് ജീവിതശൈലി രോഗം നിയന്ത്രിക്കാൻ. ഓപ്ഷൻ എ അമൃതമാരോഗ്യം, ഓപ്ഷൻ ബി ആയുർദളം, ഓപ്ഷൻ സി ആരോഗ്യ ജാഗ്രത, ഓപ്ഷൻ ഡി ആശ്വാസകിരണം. നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളിൽ പറയുന്ന പ്രമേഹം വരും, കൊളസ്ട്രോൾ വരും, രക്തസമ്മർദ്ദം വരും, അല്ലേ? ഇതെല്ലാം പൊണ്ണത്തടി വരും. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയിൽ വരുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഏതാണ്? സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഈ പദ്ധതികളൊന്നും മറക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. ചെറിയ കണക്ഷൻ അതുകൊണ്ടാണ് തരുന്നത്. അടുത്ത ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം ഓപ്ഷൻ എ മലിനജലം, ഓപ്ഷൻ ബി ഭക്ഷണം, ഓപ്ഷൻ സി വായു, ഓപ്ഷൻ ഡി സ്പർശനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മലിനജലം. നമ്മൾ ഈ ഒരു ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അമീബിക് മസ്തിഷ്ക ജ്വരം. അതായത് ഈ മലിനജലം മൂക്കിലൂടെയൊക്കെ കയറി മുങ്ങിക്കുളിക്കുമ്പോഴൊക്കെ അത് വെള്ളം കയറിയിട്ട് മസ്തിഷ്കത്തിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് മസ്തിഷ്കത്തെ കാർന്ന് തിന്നുന്ന ഒരു അമീബ, അതാണ് ഉദ്ദേശിക്കുന്നത്. അമീബയുടെ ഫുഡായിരിക്കും പിന്നെ ഈ നമ്മുടെ തലച്ചോറെന്നൊക്കെ പറയണത്. ഓക്കെ, അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുന്ന രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ എത്തുന്നത് എങ്ങനെയാണ്? മലിനജലത്തിലൂടെയാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയൊക്കെയാണ് ഈ ഒരു രോഗാണു കയറുന്നത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? WHO ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിനാണ്. അത് എന്തിനെതിരെ, ഏത് വൈറസിനെതിരെ എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ റോട്ട വൈറസ്, ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ വൈറസ്, ഓപ്ഷൻ സി ഡെങ്കി വൈറസ്, ഓപ്ഷൻ ഡി HIV വൈറസ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡെങ്കി വൈറസിന് വേണ്ടി ഉള്ളൊരു വാക്സിൻ, ഡെങ്കി വൈറസിന് എതിരെയുള്ള വാക്സിനാണ് ടാക് 003 ഡെങ്കി വൈറസ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അനുമതി നൽകിയതാണ് ഈ ടാക് 003. ഡെങ്കി വൈറസുമായിട്ടാണ്, അതിനെതിരെ ഉള്ളൊരു വാക്സിനാണ് ടാക് 003. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 1 സീരീസിൻ്റെ പാർട്ട് 1 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം, കാരണം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നിപ്പ വൈറസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നിപ്പ പകർത്തുന്നതാണ് നിപ്പ വൈറസ്. ഓക്കെ, ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. എലിപ്പനിയാണെങ്കിൽ ലാ എടുക്കുക, ലെപ്റ്റോസ്പൈറ. ഡെങ്കി ആണെങ്കിൽ ഇത് ഡെങ്കു വൈറസാണ്, ഡെങ്കിപ്പനി വൈറസാണ്. മലമ്പനിയാണെങ്കിൽ പ്ലാസ്മോഡിയം ആണ്. ഓക്കെ, മന്ത് പരത്തുന്ന
കൊതുക് ഏതാണ്? അതായത് കൊതുക് ക്യൂ നിന്നിട്ട് കടിക്കുമ്പോൾ നമ്മൾ മാന്തും. ക്യൂലെക്സ് കൊതുക്. വായുവിൽ കൂടി പകരുന്ന രോഗമാണ് മീസിൽസ്. നമ്മൾ മീസിൽസ് അല്ലെങ്കിൽ മീൽസ് ഒക്കെ ഫുഡ് കഴിക്കണയൊക്കെ വായു കൂടിയാന്ന് ഓർത്ത് നോക്കുക. മീസിൽസ്. ബാക്കി കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇരുമ്പെന്ന് പറയുന്നത്. ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജനിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആദ്യത്തെ വാക്സിൻ എടുക്കുന്നത്. സോ ആദ്യമായി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി അത് ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇൻസുലിൻ കുറയുമ്പോഴാണ് ആ ഒരു പ്രമേഹം വരുന്നത്. അതുപോലെ തന്നെ കലയിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറഞ്ഞു. എംഫിസിമ രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കേരളത്തിലെ സർക്കാർ തലത്തിൽ മരണാനന്തര അവയവദാനം, മരണാനന്തര അവയവം എന്ന് പറയുമ്പോൾ മരിക്കുമ്പോൾ നമ്മൾ മൃതദേഹം എന്ന് പറയുന്നത് മൃതസഞ്ജീവനിയാണ് ഒരു പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗമാണ് പ്രവേശിക്കുന്നത് മലിനജലത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെങ്കി വൈറസിനെതിരെയുള്ള ഒരു വാക്സിനാണ് ടാക് 003. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്കിനി അടുത്തൊരു പാർട്ടിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.